അവിടെ ഞാനൊരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ ആകെ നിലവിളിച്ചു. കാരണം ആകെ അപ്സെറ്റായിപ്പോയി ആളടിക്കുന്നത് കണ്ടപ്പോൾ. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയപ്പോഴാണ് ഞാൻ പോയി ടച്ച് ചെയ്ത് ഇതായത്. അല്ലാതെ അതിനപ്പുറം ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ എന്താണോ അതിൻ്റെ ശിക്ഷ എന്താണോ അത് വാങ്ങിച്ചു കൊടുക്കണം. അതെ അതെ. വീണ്ടും വന്നിരുന്നു നമ്മളെ. ഇന്നലെയും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ കുഞ്ഞുങ്ങളെ കേട്ടാണല്ലോ നിങ്ങൾ. അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ടുള്ള തിരിച്ചു പോരുന്ന വരെയുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ഞാനൊരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ ആകെ നിലവിളിച്ചു. കാരണം ആകെ അപ്സെറ്റായിപ്പോയി ആളടിക്കുന്നത് കണ്ടപ്പോൾ. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയപ്പോഴാണ് ഞാൻ പോയി ടച്ച് ചെയ്ത് ഇതായത്. അല്ലാതെ അതിനപ്പുറം ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഭർത്താവിനെതിരെ വേറെ നിരവധി കേസുകൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. വേറെ ഒരു കേസും നിലവിലില്ല. നമ്മളിവിടെ റൂംസാണ് നടത്തുന്നത്. ഇതിന് മുമ്പ് ഒരു പെങ്കൊച്ച് ഇവിടെ വന്ന് റൂമിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പം നമ്മളവർ ചെക്കൗട്ട് ചെയ്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് താഴെ വന്ന് എൻ്റെ സ്റ്റാഫിനെ അടിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് ഒരു അടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേസാക്കി ആൾ മാറ്റിയത്. അതും വിഷ്വലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളടിക്കുന്നത് മാത്രം എടുത്തു കൊടുത്ത് വിഷ്വലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ പെങ്കൊച്ചാണ് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നിലവിൽ വേറെ ഒരു കേസും എൻ്റെ ഹസ്ബൻഡിനെതിരെ ഇല്ല. മദ്യപാനിയും അല്ല എൻ്റെ ഹസ്ബൻഡ്. പിന്നെയുള്ളത് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കൊറോണയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എല്ലാവർക്കും വരുന്ന പോലത്തെ ഒരു കേസ്. അതായത് കൊറോണ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെല്ലുമ്പോൾ അവരൊരു ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ കൊറോണ വ്യാപിപ്പിച്ചു എന്നൊക്കെയും പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഒരു കേസും. പിന്നെ ഞങ്ങളുടെ വേസ്റ്റ് മാനേജ് മറ്റേ ബ്രഹ്മപുരം കത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേസ്റ്റ് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വേസ്റ്റുകളെല്ലാതും ഞങ്ങൾക്ക് ഈ ഷോപ്പ് ആദ്യം ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും ഒരു കാർ ഷെഡ് പോലെയായിരുന്നു. അപ്പോൾ ഈ ഷെഡിൻ്റെ ഉള്ളിൽ, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തന്നെ സേഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിലൊരു കേസാക്കിയിട്ടുള്ളതാണ്. ഇതാണ് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്. പിന്നെ ക്രിമിനലാണോ അല്ലയോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അയാളല്ല തീരുമാനിക്കേണ്ടത്. അയാൾക്ക് എന്നെ ആരോപിക്കാം ഞാൻ ക്രിമിനലാണോ എന്താണെന്നുള്ളത്, പക്ഷേ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതിന് തക്കതായ തെളിവുകൾ ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ട് ഞങ്ങൾക്കെതിരെയുള്ള ആൾക്കാർക്കെതിരെ 308 വകുപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവർ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അവർ ലക്ഷദ്വീപിലുള്ള ആൾക്കാരാണ്. അവരെന്നെ ഈ ഇലക്ഷൻ്റെ പ്രശ്നം കാരണം ഇവർക്ക് പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതെല്ലാത്തിനും ഈ മന്ദഗതിയിലാക്കിയത് ഈ പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരനെ ചാർജ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് സ്വീകരിച്ചില്ല. പുള്ളിക്കാരൻ ചെയ്തതെല്ലാം ശരി, നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റി. വളരെ വളരെ വലിയൊരു കാര്യമാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ചെയ്യണം. എന്നാലാണ് ജനങ്ങളൊപ്പം നിൽക്കുക, അല്ലേ? നമ്മൾ സാധാരണക്കാരും മനുഷ്യന്മാർക്ക് ആരാളുള്ള ആശ്രയം? മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ഇതേപോലെ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇനിയും ഭരിക്കും. പോലീസുകാരെല്ലാവരും പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ച. ഇപ്പം പുള്ളി മാധ്യമങ്ങളെ കാണുമ്പോഴായാലും പോലീസിൽ നിന്നും ഒരു കൂട്ടായ എതിർപ്പ് തന്നെയാണ് ഒന്നും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ട് നമ്മളടുത്ത് സംസാരിക്കുന്നത് നെഗോഷ്യബിളാണ് സംസാരിക്കുന്നത്. നമ്മളെ ഭീഷണിപ്പെടുത്താം. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നതല്ലേ, നിങ്ങൾ പോലീസായിട്ട് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്നിട്ടും നമ്മൾ അവരുടെ അടുത്ത് ശക്തമായ രീതിയിൽ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രമാണ് അവരാ ഇത് മൊഴി തന്നെ എടുത്തത്. അപ്പോൾ അതാണ് അവസ്ഥകൾ. തീർച്ചയായിട്ടും.